നമസ്കാരം. ആറാമിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വാചകങ്ങളുടെ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും പിന്നെ കൂടുതലായി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് ഞാൻ തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. കഴിഞ്ഞ വീഡിയോ നന്നായി കാണുക, മുഴുവനായി മനസ്സിലാക്കുക. അതിനുശേഷം ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ ഇതിന് മുന്നേറ്റിട്ടുള്ള വീഡിയോകളെല്ലാം കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഉത്തരം കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അത് സ്വയം പറഞ്ഞ് ശീലിക്കുകയും കൂടി ചെയ്യുക. അപ്പോഴേ സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങളിൽ ഉറയ്ക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അത് ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ സ്വയം ഉറക്കെ പ്രാക്ടീസ് കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. ഈ വാചകങ്ങളുടെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ചോളൂ. ഷീ വിൽ ബി കമ്മിങ് ടുമോറോ എന്ന വാചകത്തിലെ വില്ലിനെ ഏറ്റവും മുന്നിൽ കൊണ്ടിടാം. അത്രേ വേണ്ടൂ. അപ്പോൾ എന്താവും? വിൽ ഷീ ബി കമ്മിങ് ടുമോറോ. മനസ്സിലായോ? അല്ലാണ്ട് വിൽ ബി ഷീ കമ്മിങ് എന്നല്ല ചോദിക്കണ്ടേ. വിൽ ഷീ ബി കമ്മിങ് ടുമോറോ. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? വിൽ ഐ ബി റീച്ചിങ് ഡേ ആഫ്റ്റർ ടുമോറോ. പിന്നെയോ? വിൽ Raju be giving a treat today evening? Will mother be buying a new frock for you? Will uncle be going to Muscat with his grandson? Will you be selling this day after tomorrow? Will you be calling tonight? അപ്പോൾ ആദ്യം തന്ന സെൻറ്റൻസുകളുടെ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ നെഗറ്റീവ് എങ്ങനെയായിരിക്കും? ഷീ വിൽ ബി കമ്മിങ് ടുമോറോ എന്നുള്ളതിൻ്റെ ചോദ്യം വിൽ ഷീ ബി കമ്മിങ് ടുമോറോ എന്ന് നമ്മൾ പഠിച്ചു. അതായത് വില്ലെടുത്ത് ആദ്യം ഫ്രണ്ടിലിട്ടു അല്ലേ. ഇനി അതിൻ്റെ നെഗറ്റീവ്, ആ ചോദ്യത്തിൻ്റെ നെഗറ്റീവ് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ശ്രദ്ധിക്കുക. ആ വിൽ എന്നുള്ളത് എന്താക്കണം? നെഗറ്റീവ് ആക്കണം. അപ്പോൾ എന്ത് വരും? വോണ്ട് ആവും. വിൽ എന്നുള്ളത് എന്തായിട്ട് വരും? വോണ്ട്. അപ്പോൾ വോണ്ട് ഷീ ബി കമ്മിങ് ടുമോറോ? വോണ്ട് ഐ ബി റീച്ചിങ് ഡേ ആഫ്റ്റർ ടുമോറോ? Won't Raju be giving a treat today evening? Won't mother be buying a new frock for you? Won't uncle be going to Muscat with his grandson? അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ ടെൻസിൻ്റെയും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെയും വരികൾ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അതേപോലെ തന്നെ അതുപയോഗിച്ചു കൊണ്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ നെഗറ്റീവ് വാചകങ്ങളും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതിൽ തന്നിരിക്കുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇതുവരെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ടെൻസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ കൊടുക്കുന്ന മലയാളം വരികൾ ഇംഗ്ലീഷിലേക്ക് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. എന്നിട്ട് അത് സ്വയം നന്നായി പ്രാക്ടീസ് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ സ്പോക്കൺ ഇംഗ്ലീഷുകാർക്ക് ഇതുകൊണ്ടൊരു മെച്ചമുണ്ടാവുകയുള്ളൂ. അമ്മ തുണി കഴുകുന്നു. അച്ഛൻ ഒരു കാർ ഓടിക്കുന്നു. രാമു ഓടുകയാകുന്നു. രാജുവും ലതയും എഴുതുകയാകുന്നു. അമ്മുമ്മ കഥ പറഞ്ഞു. മണി കഥ ശ്രദ്ധിച്ചു. ഗോവിന്ദൻ ഓഫീസിലേക്ക് പോയി. നാളെ മൃദുല ഒരു നല്ല പാട്ട് പാടും. ടൂർണമെൻറ്റിൽ രാജു വിജയിക്കുന്നതായിരിക്കും. പാചകക്കാരൻ ദോശ ഉണ്ടാക്കുന്നു. ലാവണ്യ ഇഡലി കഴിച്ചു. പത്രം നാളെ നേരത്തെ എത്തുന്നതായിരിക്കും. അമ്മു ഉറങ്ങി. സുനിൽ ചാടുകയാകുന്നു. രാഘവൻ അവിടെ നിൽക്കുകയാകുന്നു. രമണിയുടെ ക്ലാസ് ടീച്ചർ മറ്റന്നാൾ എത്തുന്നതായിരിക്കും. സ്കൂൾ ഒരാഴ്ച കഴിഞ്ഞ് തുറക്കുന്നതായിരിക്കും. ഡോക്ടർ ഇന്ന് വൈകുന്നേരം എത്തും. ഇന്ദ്രജിത്ത് സിനിമ കാണുകയാകുന്നു. അമ്മ ഗുരുവായൂരിലേക്ക് പോകുന്നു. അച്ഛൻ വൈകുന്നേരം 4 മണിയോടെ വീട്ടിലെത്തും. ഹെഡ് മാസ്റ്റർ പരേഡിൽ പങ്കെടുക്കുവാൻ എത്തുന്നതായിരിക്കും. ജാനകി അവളുടെ കുട്ടിയെ സ്കൂളിൽ നിന്നും കൊണ്ടുവരുന്നതായിരിക്കും.
നാളെ സ്കൂൾ ബസ് നേരത്തെ എത്തും. സ്കൂൾ ബസ് വൈകുന്നേരം നേരം വൈകി എത്തുന്നതായിരിക്കും. ജയയും രാമുവും മ്യൂസിയം കാണുന്നതിനായി പോയി. അച്ഛനും അമ്മയും ബീച്ചിലേക്ക് പോയി. ഹരികൃഷ്ണൻ നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വാചകങ്ങൾ ഇംഗ്ലീഷിലേക്ക് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇതുവരെ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഇത് പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ മാത്രമാണ് ഞാൻ തന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ വാചകങ്ങൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം അത് പറഞ്ഞു ശീലിക്കുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.